വീണ്ടും വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലഹരി സാന്നിധ്യമുള്ള മരുന്ന് നൽകാത്തതിന് ഫാർമസി അടിച്ചു തകർത്ത് 4 അംഗ സംഘം. ബൈക്കിലെത്തിയ സംഘം ജീവനക്കാരന്റെ ബൈക്കും കടയിലെ ചില്ലും അടിച്ചു തകർത്ത ശേഷം കടന്നു കളയുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഈ ഒരു സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. എപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? വിഷ്ണു, ഇന്ന് രാവിലെ 2 മണിയോടെയായിരുന്നു അപ്പോളോ മെഡിക്കൽ ഷോപ്പിന് നേരെ ആക്രമണം ഉണ്ടായത്. 3 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ രാവിലെ 2 മണിയോടുകൂടി ഇവർ നെയ്യാറ്റിൻകര ആശുപത്രിക്ക് സമീപമുള്ള അപ്പോളോ മെഡിക്കൽ ഷോപ്പിൽ എത്തുകയും അവിടെ നിന്ന് ഇയാളോട്, അനസ് എന്ന് പറയുന്ന ജീവനക്കാരനോട് സംസാരിക്കുകയും അയാളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ പുറത്തിറങ്ങാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അനസിന്റെ മെഡിക്കൽ ഷോപ്പിന് മുന്നിലുണ്ടായിരുന്ന വാഹനം, ബൈക്കിനെയും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പും എറിഞ്ഞ് തകർക്കുകയും ചില്ല് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തത്. 3 അംഗ സംഘമാണ് ഇതിന് പിന്നിൽ. എന്താണ് ഇതിന് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് വഴിവെച്ചതെന്ന കാര്യത്തിൽ അവ്യക്തമാണ്. നമുക്ക് അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ 3 അംഗ സംഘത്തിന് കണ്ടാൽ അറിയാവുന്ന 3 പേരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നു. നെയ്യാറ്റിൻകര പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനസിനോടും ഇവരെ പരിചയമുണ്ടോ എന്ന് പോലീസ് അപ്പോൾ അനസിനെ ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യും. എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. അവിടെ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ അവിടെ വേറെ വണ്ടികൾ വരുമ്പോൾ അവരെ ഭയപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞയക്കുന്ന സംഘത്തിലെ മാസ്ക് വെച്ച ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇയാളാണ് ബൈക്കിനെ മാരകമായ ഒരു ആയുധം കൊണ്ട് അടിക്കുകയും അതുപോലെ ബൈക്ക് എറിഞ്ഞ് ചവിട്ടി ഇടുകയും ഒക്കെ ചെയ്തത്. ശേഷം അനസ് മെഡിക്കൽ ഷോപ്പ് ഡോർ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് കല്ലുകൊണ്ട് എറിഞ്ഞ് തകർക്കാൻ ശ്രമിക്കുകയുമാണ് ഈ 3 അംഗ സംഘം ചെയ്തിരുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. രാവിലെ 2 മണിയോട് കൂടിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നെയ്യാറ്റിൻകരയിലാണ് 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 3 പേരെ വെച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇവർ നെയ്യാറ്റിൻകര സ്വദേശികളാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിലൊന്ന്. അതുപോലെ തന്നെ നാട്ടുകാർ കൂടിയെത്തി, ശബ്ദം കേട്ട് നാട്ടുകാർ കൂടിയെത്തിയപ്പോഴാണ് ഈ 3 അംഗ സംഘം ബൈക്കിൽ തിരികെ അവിടെ നിന്ന് പോയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വിഷ്ണു, ശരി. ശ്രീനന്ദ SP ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.